വിജയങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിക്കാറില്ല, വെല്ലുവിളികളുമില്ല. ആ ഡഗോട്ടിലിരുന്ന് ശാന്തമായി കളിമനയും. അയാളുടെ പേര് ലയണൽ സെബാസ്റ്റ്യൻ സ്കലോണി എന്നാണ്. ഫുട്ബോളിലെ പതിവ് കോച്ചിങ് ശൈലികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ് അയാൾ. ഒരു വിജയത്തിന് ശേഷം അയാൾ അതിൽ സന്തോഷിക്കാറില്ല. പകരം അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടി ടീമിനെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അതാണ് സ്കലോണി സ്റ്റൈൽ. 36 വർഷങ്ങൾ നീണ്ട അർജന്റീനയുടെ കിരീട വരൾച്ചയ്ക്ക് അറുതിയിട്ട മനുഷ്യൻ. ഒരു ട്രാഫിക് സിഗ്നൽ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഇയാളെയാണോ നിങ്ങൾ ദേശീയ ടീമിന്റെ കോച്ചാക്കുന്നത്? 8 വർഷം മുമ്പ് ലിയോണൽ സ്കലോണിയെ കോച്ചാക്കിയപ്പോൾ സാക്ഷാൽ മറഡോണ നെട്ടിച്ചോദിച്ചതാണിത്. എന്നാൽ അർജന്റീനയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇന്ന് ലിയോണൽ സ്കലോണി. 36 വർഷത്തിനപ്പുറം 3ാം ലോക കിരീടം, മെസ്സിയുടെ ആദ്യ ലോക കിരീടവും നാട്ടിലെത്തുമ്പോൾ അർജന്റീനക്കാർ സ്കലോണിയെ നെഞ്ചിലേറ്റുന്നുണ്ട്. ഇന്ന് തുടർച്ചയായി വീണ്ടും ഒരു ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീന മോഹക്കപ്പ് തേടിയിറങ്ങുമ്പോൾ അതിനെല്ലാം പിന്നിൽ അയാളുടെ നീക്കങ്ങളാണ്. പ്രായോഗികതയുടെ രസതന്ത്രവും മൈതാനത്തെ വിന്യാസങ്ങളുടെ ഗണിതശാസ്ത്രവും മാത്രമല്ല സ്കലോണി പരീക്ഷിച്ചതും വിജയിപ്പിച്ചതും. കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും മാനവികത കൂടിയാണ് സ്കലോണി ടീം അംഗങ്ങൾക്കിടയിൽ പരത്തിയതും പഠിപ്പിച്ചതും. സ്കലോണി പറഞ്ഞതും പഠിപ്പിച്ചതും കളിക്കാർ ഒന്നിച്ചു നിന്ന് നടപ്പാക്കി. സൂപ്പർ താരത്തിൽ നിന്ന് മെസ്സി സൂപ്പർ നായകനായി. കളിക്കുക മാത്രമല്ല, കളിപ്പിക്കുകയും ചെയ്തു സ്കലോണി. നല്ല അധ്യാപകനായി. മെസ്സി നല്ല ക്ലാസ് ലീഡറായി. ക്ലാസ് മികച്ച ടീമായി. അവരൊന്നിച്ച് കളിച്ചു. സ്കലോണിയും കൂട്ടരും ഒരു യൂണിറ്റായി. ആ ഐക്യപ്പെടലിന് ഡീപോളിന്റെ വാചകം മാത്രം മതി സാക്ഷ്യപ്പെടലായി. നട്ടുച്ച നേരത്ത് സ്കലോണി ഞങ്ങളോട് പറയുകയാണ് ഗുഡ് നൈറ്റ് എന്ന്. എങ്കിൽ ഞങ്ങൾക്കത് രാത്രിയാണ്. അതിനുമപ്പുറം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടോ ഒരു കോച്ചിന്? അതൊക്കെ തന്നെയാണ് അർജന്റീന അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമായി രൂപാന്തരപ്പെട്ടതും. കളിക്കളത്തിൽ അധികം മിന്നിയിട്ടില്ലാത്ത കളിക്കാരനായിരുന്നു സ്കലോണി. സ്പെയിനിലും ഇറ്റലിയിലും ഇംഗ്ലണ്ടിലും എല്ലാം പ്രമുഖ ടീമുകൾക്കായി കളിച്ചു. അർജന്റീനക്കായി 2006 ലോകകപ്പ് ഉൾപ്പെടെ 7 വട്ടം കളിച്ചു. പക്ഷേ കളത്തിലെന്ന പോലെ പ്രതിരോധ മികവും എപ്പോഴും വട്ടമിട്ടു നടന്ന പരിക്കും സ്കലോണിക്ക് തിരിച്ചടിയായി. അങ്ങനെയാണ് പരിശീലകനായുള്ള റോൾ മാറ്റത്തിലേക്ക് പതുക്കെ ചുവടുമാറ്റിയത്. തുടക്കം സാമ്പോളിക്കൊപ്പം 2016 സെവിയയിൽ, പിന്നാലെ 2018 ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റതോടെ സാമ്പോളിക്ക് കസാര പോയപ്പോൾ തത്കാലത്തേക്ക് ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള ചുമതല ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സഹപരിശീലകൻ പെബ്ലോ ഐമറും ചേർന്നായിരുന്നു തുടക്കം. 2014 കലാശ പോരാട്ടത്തിലെ വീഴ്ച, 2018 നേരത്തെ പോക്കൽ, നിരാശയുടെ കണ്ണീർ കരങ്ങളിൽ വീണ അർജന്റീന ടീമിന് പുതുശ്വാസം നൽകുന്നതായിരുന്നു അയാളുടെ വരവ്. ആത്മവിശ്വാസം തിരിച്ചു നൽകലായിരുന്നു സ്കലോണിക്ക് ആദ്യം ചെയ്യേണ്ടത്. ടീം എന്ന നിലയിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവന്നു. കഴിഞ്ഞുപോയ കാലങ്ങളെ എല്ലാം മറന്ന ഒരു പുതുനിരയെ വാർത്തെടുത്തു. ആ നീക്കം ശരിയായ ദിശയിലെന്ന് 28 വർഷത്തിനു ശേഷം ഒരു പ്രമുഖ കിരീടം നാട്ടിലേക്ക് എത്തിച്ചതോടെ തെളിഞ്ഞു. 2021 കോപ്പ അമേരിക്ക കിരീടം മെസ്സിയുടെ ആത്മവിശ്വാസമേറ്റി. രാജ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് തിളക്കം നൽകി. ടീമിന്റെ ഉഷാറ് കൂട്ടി. ലോകകപ്പ് പ്രതീക്ഷകൾ വാനോളമായി. ടൂർണമെന്റ് തുടങ്ങും മുമ്പ് തന്നെ സ്കലോണി കരാർ 2026 വരെ നീട്ടി. അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ സ്കലോണിയിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചു. ഒപ്പമുണ്ടെന്ന് അറിയിച്ചു. മെസ്സിയെ നായകനാക്കി. പക്ഷേ ഓരോരുത്തരും നന്നായി കളിച്ചാലേ ടീം ജയിക്കൂ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. അവരെ കൂടെയുള്ള ഒരു കളിക്കാരന്റെ റോളിലേക്ക് അയാൾ പതിയെ മാറി. മലോർക്കയുടെ പർവ്വത നിരകളിലൂടെ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഏകാഗ്രതയാണ് ഈ പരിശീലകന്റെ ഏറ്റവും വലിയ ആയുധം. സൈക്ലിംഗ് എനിക്കൊരു തെറാപ്പിയാണ്. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ എന്നെ പഠിപ്പിക്കുന്നത് അതാണ് എന്നായിരുന്നു സ്കലോണിയുടെ വാചകങ്ങൾ. ടീമിന്റെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ അത് മാനസികമായി സജ്ജമാണ്. ആ കരുത്തായിരിക്കാം അയാൾക്ക് വിജയിക്കാനുള്ള ഇന്ധനമായത്. 2021 കോപ്പ അമേരിക്കയും 2022 ലോകകപ്പും അർജന്റീനയ്ക്ക് സമ്മാനിച്ച സ്കലോണി ഇപ്പോൾ ലയണൽ മെസ്സിയുടെ വിരമിക്കലിന് മുമ്പുള്ള അവസാന സ്വപ്ന കിരീടത്തിന്റെ വക്കീലാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിലെ ലുസൈലിൽ അവരുടെ രക്ഷകനായി മാറിയ ആ 48-കാരൻ വീണ്ടും ആ വെള്ളയും നീലയും കലർന്ന ജേഴ്സിയോടൊപ്പം ഒരു കിരീടം മുത്തമിടുമെന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം ഒന്നാകെ.